അമ്മേ, ശ്രീകൃഷ്ണന്റെ അച്ഛനും അമ്മയും വരുന്നു. അയ്യോ, ഇങ്ങോട്ട് കേറി ഇരുന്നാട്ടെ. പ്രഭാകരൻ ഇവിടെ ഇല്ല. ഇവളുടെ അച്ഛനും പുറത്തോട്ട് പോയിരിക്കാണല്ലോ. വെറുതെ കയറിയിരുന്ന് സമയം കളഞ്ഞിട്ട് എന്താ കാര്യം? ഇനിയിപ്പോ അവര് രണ്ടുപേരും കണ്ടിട്ടും കാര്യമൊന്നുമില്ല. മാധവക്കുറുപ്പേ, പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ മിണ്ടാതെ നിൽക്കണം. ഗൗരിയമ്മേ, അന്ന് നിങ്ങൾ എന്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ കുടുംബമാഹാത്മ്യം കൊട്ടിഘോഷിച്ചായിരുന്നല്ലോ. ഞാൻ അന്നേ പറഞ്ഞതാ, പണവും പദവിയുമല്ല തറവാടിന്റെയും കുടുംബത്തിന്റെയും സൽപ്പേരെ ഞാൻ നോക്കുന്നുള്ളൂ എന്ന്. ഇപ്പൊ എന്തായി? ഇങ്ങനൊരു കുടുംബത്തിൽ നിന്ന് എന്റെ മകന് പെണ്ണ് വേണ്ട. എന്തായി പറയുന്നത്? കല്യാണം നിശ്ചയിച്ചിട്ട് നിങ്ങളുടെ മകൻ ആ പോലീസുകാരൻ സ്വഭാവദൂഷ്യമുള്ളവനാണെന്ന് നാട്ടുകാർ മുഴുവൻ പറയുന്നു. അവൻ കൂടെ താമസിപ്പിച്ചിരിക്കല്ലേ. ഒരു പോലീസുകാരന്റെ അനിയത്തിയെ എന്റെ മോൻ കല്യാണം കഴിക്കുന്നത് ഞാൻ സഹിക്കും. എന്നാൽ ഒരാഭാസന്റെ പെങ്ങളെ എന്റെ മരുമകളാക്കുന്ന പ്രശ്നമേ ഇല്ല. മാധവകുറുപ്പേ, ഇനി നമുക്കിവിടെ എന്താ കാര്യം? നടന്നോളൂ. അവരെ കുറ്റം പറയാൻ നോക്കൂ. ആ പെണ്ണിന് ഗർഭമുണ്ടെന്നും കൊച്ചു മറ്റാരുടേതാണെന്നൊക്കെ കേൾക്കുന്നു. ചേട്ടൻ അങ്ങനെ പലതും കേൾക്കും. എന്തൊക്കെയായാലും എന്റെ കൊച്ചേട്ടൻ നിങ്ങളോളം ബോർനല്ല. എന്താടി ആങ്കരി നീ പറഞ്ഞതിന്റെ അർത്ഥം? ചേച്ചിയുടെ ഭർത്താവിന്റെ തൽസ്വരൂപം ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. ആ കൊച്ചിനെ ഓർത്ത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നീ എന്തിനാ അത് പറയാൻ പോയത്? അവളെ കൂടെ വഴിയാതാരാക്കണോ? നീ പൊന്നുപോലെ വിചാരിക്കുന്ന നിന്റെ ചേട്ടൻ കാരണമല്ലേ കല്യാണം മുടങ്ങിയത്? എന്റെ കല്യാണം മുടങ്ങില്ല. പിന്നെ അവരിപ്പോ പറഞ്ഞിട്ട് പോയതോ? ദാശാനിയമ്മ മാധവക്കുറുപ്പല്ലേ എന്റെ കഴുത്ത് താലിയേട്ടാൻ പോണത്. ശ്രീകൃഷ്ണനാ. ആഹാ, ദേ ഇനി അവനുമായിട്ട് കൊഞ്ചാനോ കൊഴയാനോ പോയാൽ നിന്റെ കാലി എന്തെങ്കിലും ഒടിക്കും. ഓ, ഇതിനി ആരാണാവോ? കണ്ടിട്ട് ഒരു മുഖപരിചയം തോന്നുന്നില്ലല്ലോ. പ്രഭാകരൻ ഇവിടെ ഇല്ലേ? നിങ്ങളാരാ? ഞാൻ അവന്റെ കൂട്ടുകാരനാ. കൂട്ടുകാരനായിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? അവനിപ്പോ ഇവിടെ അല്ല താമസം. പലചരക്കടക്കാരൻ നളിനന്റെ വീട്ടില. എവിടുന്നോ കൊണ്ടുവന്ന ഒരു പെണ്ണുണ്ട് കൂടെ. ഈ അമ്മയുടെ ഒരു നാക്ക്. വരുന്നവരോടൊക്കെ എന്തിനാ പുരാണം പറയാൻ നിൽക്കുന്നേ? നീ പോടി. അടുത്ത് വരാതെ രണ്ടര ഞാൻ വിട്ടു. വെട്ട്. ആദ്യം എന്നെ തന്നെ വെട്ട്. എന്നെ കൊന്നിട്ട് ഇവിടുന്ന് പോയാ മതി. എന്നെ രക്ഷിച്ചവരുടെ വീട്ടിൽ തന്നെ കക്കാൻ വന്നു അല്ലേ? എന്ത് പോണേ? നീ ഇവിടെ എങ്ങനെ വന്നു? ഇറങ്ങി പോ ഇവിടുന്ന്. എനിക്ക് ഇങ്ങനെ ഒരു ചേട്ടനില്ല. എന്റെ ചേട്ടൻ പണ്ടേ ചത്തുപോയി. ഓടിക്കളഞ്ഞു. പ്രഭാരം പിന്നാലെ പോയി. അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. പ്രഭാകരൻ ഇനി കൂടുതലായി അഭിനയിക്കണമെന്നില്ല. കാമുകിയുടെ ആംഗളയുമായി ഒത്തുകളിച്ച് ഡിപ്പാർട്ട്മെന്റിനെ പരിഹസിക്കുകയാണല്ലേ? മാഡം, ഞാൻ എല്ലാം അന്വേഷിച്ചറിഞ്ഞു. ഇന്ദു വാസുവിന്റെ അനിയത്തിയാണ്. സത്യമായിട്ടും എനിക്കത് അറിഞ്ഞൂടായിരുന്നു. വാസുവിനെ പിടിക്കാൻ ഇനി പ്രഭാകരന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. നാരായണുള്ളേ, വരൂ. എന്നെ കൊല്ലാൻ ആങ്ങളൊക്കെ ഒത്താശ ചെയ്യാനാണോ ഇവിടെ വന്നത്? എനിക്കൊന്നും അറിയാൻ വയ്യായിരുന്നു. ചേട്ടൻ രാത്രിയിൽ ഈ വീട്ടിൽ കയറി വരുമെന്ന് എനിക്കെങ്ങനെ അറിയാം? കള്ളന്റെ പെങ്ങളെന്ന് പറഞ്ഞ് ആളുകൾ കളിയാക്കുന്നതുകൊണ്ട് ഞാൻ ആരോട് എന്റെ ചേട്ടനെ കുറിച്ച് സംസാരിക്കാറില്ല. ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അധികം സംസാരിക്കേണ്ട കാര്യമില്ല. ഈ നിമിഷം നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. നിനക്ക് അമ്മയുണ്ട്, തന്റെ ഇടമുള്ള ഒരു ആങ്ങളയുണ്ട്. എന്റെ സഹായം നിനക്ക് ഇനി ആവശ്യമില്ല. പൊയ്ക്കോ നിന്റെ പാട്ടിന്. വാസുവിന്റെ പെങ്ങളുമായി എനിക്ക് ഒരു ബന്ധവും വേണ്ട.
നളിനൻ ഈ കാര്യത്തിൽ ഒന്നും പറയരുത്. ആ ഇൻസ്പെക്ടർ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഞാൻ ഇവളുടെ ആങ്ങളെയും കൂടെ ചേർന്ന് ഒത്തുകളിയാണെന്ന്. ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും അങ്ങനെ വിശ്വസിക്കൂ. എന്റെ ജോലിയും പോവും. അവൾ അവളുടെ ചേട്ടന്റെ കൂടെ പോട്ടെ. പോയിക്കോളൂ. പോകാനല്ലേ പറഞ്ഞത്? പ്രഭാകരൻ ചെയ്തത് കടുങ്കയായി പോയി. ഈ പെരുമഴയത്ത് അവളെ ഇറക്കി വിട്ടത് ശരിയായില്ല. ഇത് എന്റെ വീടാണ്. നീയാണ് അവൾ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. നീ തന്നെ അവള് നല്ലവളാണെന്ന് എന്നോട് പറഞ്ഞത്. മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റം. അവൾ എന്ത് വിളിച്ചു? മര്യാദയ്ക്ക് അവളെ തിരിച്ചു വിളിച്ചോണ്ട് വാ. പോടാ. എവിടെ പോകാനാ? ഞങ്ങളോട് വിടാം. ഈ തണുപ്പത്ത് മഴയും കൊണ്ട് നനഞ്ഞു പോകുന്നില്ല. വാ, ഞങ്ങൾ സഹായിക്കാമെന്നേ. ആ, ഒന്നും മിണ്ടാതെ പോയാലെങ്ങനാ? ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞില്ലേ? പെണ്ണുങ്ങളെ മാത്രം സഹായിക്കത്തുള്ളൂ, അത് ആണുങ്ങളെ സഹായിക്കും. എന്തുവാ നീ ചേട്ടൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ അവിടെ ഒന്ന് മോഷ്ടിക്കാനല്ല. ഇപ്രാവശ്യം ഞാൻ ജയിലിൽ ഇറങ്ങുന്നത് ഇനി ഒരിക്കലും മോഷ്ടിക്കരുതെന്ന് തീരുമാനമായിട്ടാണ്. പക്ഷെ ഒരു തെറ്റും ചെയ്യാതെ തന്നെ പ്രഭാകരന്റെ കേസിൽ കൊടുക്കുക. ഞാൻ ലോക്കപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു. വീണ്ടും അവനെ പിടികൂടി. എനിക്ക് അവനോട് വൈരാഗ്യം. ഞാൻ ഇന്ന് ജീവനോട് ഇരിക്കുന്നത് തന്നെ ആ നല്ല മനുഷ്യന്റെ കാരുണ്യം കൊണ്ടാണെന്ന് ചേട്ടൻ അറിയാമോ? ചിറ്റപ്പൻ എന്നെ ബേബിച്ച മുതലാളിക്ക് വിൽക്കാൻ നോക്കി. അവിടെ നിന്ന് ഓടിപ്പോന്ന ഞാൻ പിന്നെ വീട്ടിലേക്ക് പോയിട്ടില്ല. ഞാൻ കാരണം പ്രഭാകരൻ സാറിനെ സ്വന്തം വീട്ടിൽ നിന്ന് പോലും പുറത്താക്കി. പ്രഭാകരനും നീ തമ്മിൽ ഒരു പുതിയ ജീവിതം കിട്ടിയെന്ന് ഞാൻ വിചാരിച്ചു. ചേട്ടൻ എല്ലാം തകർത്തു. ഇനി എനിക്ക് ചത്താ മതി. എല്ലാം കഴിഞ്ഞില്ലേ? ഒന്നും കഴിഞ്ഞില്ല. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞാൻ നിന്നോട് വേണ്ട, നീ എങ്ങും പോകണ്ട, വരുന്നതൊക്കെ നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം. പ്രഭാകരൻ എന്നോട് ക്ഷമിക്കണം. എനിക്ക് ബുദ്ധി വളരെ കുറവാണ്. ഞാൻ പഠിച്ചിട്ടില്ല. 12ാമത്തെ വയസ്സിൽ തുടങ്ങിയ ഓട്ടമായത്. വയ്യ, മടുത്തു. എല്ലാം മതിയാക്കാൻ തീരുമാനിച്ചു. വീട്ടിൽ പോകണം, അമ്മയും അനിയത്തെയും കാണണം, എന്തെങ്കിലും ഒരു തൊഴിൽ ജീവിക്കണം എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴാണ് പ്രഭാകരനെ പിടികൂടിയത്. എൻ്റെ ഒരേ ഒരു പെങ്ങളുടെ തലയെ തൊട്ട് ഞാൻ പറയുക, ഞാനെല്ലാം മോശം നടത്തിയത് അച്ചുവാണ്. ഞാനത് കണ്ടുപിടിച്ചു. എൻ്റെ വഴിതെറ്റിപ്പോയതുകൊണ്ടാണ് എൻ്റെ അനിയത്തിക്ക് ഗതി വന്നത്. പക്ഷെ പ്രഭാകരൻ അറിയാവോ, ഞാൻ ആദ്യമായി കട്ടത് ഇവക്ക് വേണ്ടി തന്നെയാണ്. ഇവൾ വിശന്ന് കരയുന്ന കാണാൻ ത്രാണിയില്ലാതായപ്പോൾ ഞാൻ കള്ളനായി. എന്റെ ദൈവമേ, പട്ടിണി കിടന്നെന്റെ കുഞ്ഞുങ്ങളെ ചത്തുപോ. പിന്നെയും പിന്നെയും പച്ചവെള്ളം കൊടുത്ത് വയറ്റിളക്കവും പിടിച്ചു. മോൻ വടക്കേരി പോയി ഒരു തുടം പാല് തരാൻ പറ. കുഞ്ഞ് കരയുന്നെന്ന് പറ. പൈസ കൊടുക്കാതെ ഇനി തരില്ലെന്ന് പറഞ്ഞമ്മേ.